മക്കളെ മുട്ടിൽ നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അനുഗ്രഹത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ മൗന പ്രാർത്ഥന സമയം. കാരണം നമ്മൾ വലിയൊരു ധ്യാനം കൂടിയിട്ടാണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടി നിൽക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ, അവർ 3 ദിവസമായി എൻ്റെ കൂടെ കൂടിയിട്ടെന്ന്. കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നവരെ കർത്താവ് വെറും കൈയോടെ പറഞ്ഞുവിടത്തില്ലെന്നുള്ള സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛനിവിടെ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. വഴക്കുകൾ, കലഹങ്ങൾ, ഭിന്നതകൾ, ഭിന്നിച്ച് താമസിക്കുന്നവർ, കുഞ്ഞുങ്ങൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് വിസ പുതുക്കി കിട്ടാത്തവർ, വീട്ടിലെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഏത് രീതിയിൽ കൊണ്ടുപോകും, അവരെന്ത് പഠിപ്പിക്കും, എവിടെ ജോലി കിട്ടും അവർക്കെന്നറിയാൻ പാടില്ലാതെ അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും ഒരേ കാര്യം തന്നെ ഒരു കൊല്ലമായി തർക്കിക്കുന്ന, സംശയിക്കുന്ന, സംസാരിക്കുന്ന, തീരുമാനമെടുക്കാത്ത കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ അവർ തീരുമാനമെടുക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെങ്കിലും വരണേ സ്വരത്തിൽ പാടുക. മക്കളെ, സാമ്പത്തിക തകർച്ചയുള്ളവര്, കടക്കണിൽ അകപ്പെട്ടിരിക്കുന്നവര്, രക്ഷപ്പെടാൻ മാർഗമില്ലാത്തവര്, ആരും സഹായിക്കാനില്ലാത്തവര്, ആലംബമില്ലാത്തവര്, കർത്താവേ, അമ്മയെ, പരിശുദ്ധമേ, ദേവമാതാവേ, 7 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവര്, വർഷങ്ങളായ മരുന്ന് കഴിക്കുന്നവര്, വർഷങ്ങളായ ആശുപത്രിയും ഡോക്ടർമാരെ മാറി മാറി നടക്കുന്നവര്, അവിടെ ജനിതക തടസ്സങ്ങൾ ഈശോ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയും വിട്ടുമാറുന്നതിന് വേണ്ടിയും ഇട്ടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ പിതാവേ, അങ്ങനെ മക്കൾ അങ്ങയുടെ ദിവസം കണ്ണീരായി നിൽക്കുകയാണ്. അവരെ ചൊരിഞ്ഞ കണ്ണുനീരിന് കാറുതിയും കണക്കുമില്ല. അവരെ ആശ്വസിപ്പിക്കാൻ ഇടമില്ല, ഓടിയൊളിക്കാൻ ഇടമില്ലെന്ന് അങ്ങയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെ മക്കൾ, മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത മക്കൾ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ, വിവാഹം ഒത്തുവരാത്തതിൻ്റെ പേരിൽ പള്ളിപ്പോലും മക്കൾ പോകാതെ ഇരിക്കുന്ന മക്കളുണ്ട്. അവർക്ക് ഓടിയൊളിക്കാൻ ഇടമില്ലാത്ത മക്കളുണ്ട്. അവരുടെ എല്ലാ കണ്ണുനീരുകളും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഒളിച്ചു താമസിക്കുന്ന പോലെ സമൂഹത്തിൽ നിന്ന് ഒളിച്ചു താമസിക്കുന്ന മക്കളുണ്ട്. ഈശോ, അവരെ നീ പാതാളത്തിൽ ഇറങ്ങി കൂട്ടിക്കൊണ്ടു വന്നതുപോലെ കർത്താവെ, മനുഷ്യൻ്റെ പാതാളങ്ങളിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവിനെ ഉയർത്തുന്ന പിന്നെ ശക്തി നിന്റെ ഇരുട്ടറകളിലേക്ക് പ്രവേശിക്കട്ടെ. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കട്ടെ. ജീവിതാവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കട്ടെ.
കർത്താവേ, അങ്ങ് ധ്യാനത്തിൽ പറഞ്ഞതുപോലെ ഒരുക്കമുള്ള ഹൃദയം അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. അവർ പശ്ചാത്താപത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ മുപ്പതും 60 100 മേനി കായ്ക്കുന്ന കൃപയുടെ വിളനിലമായി ഞങ്ങളുടെ മക്കളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ശാമിനി. ഞാൻ ചമ്പക്കുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആഗസ്റ്റ് 2024 ആഗസ്റ്റ് 25 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2018 ഈ വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങളിവിടെ ആലപ്പുഴയിലെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഉടമ്പടി എടുത്ത് അവിടെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് ഞങ്ങളിവിടെ അറിയുന്ന പള്ളിയെക്കുറിച്ച് അറിഞ്ഞിട്ട് അവൾ പറഞ്ഞു, ചേച്ചി ഞാനിവിടെ പോയി ഉടമ്പടി എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു കുമിള പോലെ വന്നിട്ട് അതിങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് അത് വീഴുന്ന സ്ഥലം ഫുൾ ഇങ്ങനെ കറുത്ത് വന്നിട്ട് വീണ്ടും അതിൽ നിന്ന് കുരു വന്ന് മുഖം ആകെപ്പാടെ വികൃതമായിട്ടിരിക്കുകയാണ്. എനിക്ക് ആൾക്കാരുടെ മുന്നിലിറങ്ങി നോക്കാൻ, ആൾക്കാരെ ഫേസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും എന്നോട് ചോദിക്കും, ഇതെന്താ മുഖത്തിൻ്റെ ചിക്കൻ പോക്സ് വന്നതാണോ? ചിലപ്പോൾ ആൾക്കാരൊക്കെ അടുത്ത് ചെന്നിരിക്കുമ്പോഴത്തേക്കിനും അവർക്ക് ഇങ്ങനെ മാറിയിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹിന്ദുക്കളാണ്. അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ദോഷമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടൊന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവൾ ഇങ്ങനെ ഉടമ്പടി എടുത്തപ്പോൾ, ചേച്ചിക്ക് ഇതിൽ വിശ്വാസമാണോ? ഞാൻ ഈ ഉടമ്പടി തൈലം ചേച്ചിയുടെ മുഖത്ത് പുരട്ടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞു. ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവളെൻ്റെ മുഖത്തത് പുരട്ടി 2 പ്രാവശ്യം അവൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും വൈകുന്നേരം അവളുടെ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. 2 പ്രാവശ്യം മുഖത്ത് എനിക്ക് ആ ഉടമ്പടി തൈലം പുരട്ടിയിട്ടുള്ളൂ. എൻ്റെ മുഖത്തെ ആ പാടെല്ലാം പോയി. പിന്നെ ഞാൻ മരുന്നൊന്നും തേച്ചിട്ടില്ല. എൻ്റെ മുഖം അതെല്ലാം മാറിക്കിട്ടി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. അന്ന് അവൾ വന്ന് ഉടമ്പടി എടുത്തതാണ്. അങ്ങനെയാണ് അതെന്നെ മാറി കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ
അവളുടെ ഉടമ്പടി, അവളൊരു അഡ്മിഷൻ്റെ കാര്യത്തിനായിട്ട് പോയപ്പോൾ അവൾക്ക് പിന്നെ ആ ഉടമ്പടി അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു രീതിയിലേക്ക്, ഹിന്ദുസാണ്, ആ ഒരു രീതിയിലേക്ക് അങ്ങ് പോയി. പിന്നെ ഉടമ്പടി ഇവിടെ വരിക, പള്ളി വരിക, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. അത് അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു കടബാധ്യതയിലായി. ഹസ്ബൻഡ് ദുബൈയിലായിരുന്നു. അവിടെ വെച്ചിട്ട് നല്ലൊരു ജോലി സംബന്ധമായിട്ട് നല്ലൊരു കടബാധ്യതയുണ്ടായി. അങ്ങനെ ജോലി നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. നല്ല രീതിയിൽ കടബാധ്യതയായിട്ടാണ് ദുബൈയിൽ പോയത്. ആൾ 3 വർഷം നാട്ടിൽ നിന്നു. ആ 3 വർഷം നാട്ടിൽ നിന്ന സമയത്ത് നല്ല രീതിയിൽ കടബാധ്യത ഉണ്ടായി. അത് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത്, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്, അച്ഛനില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്കി പണിയെല്ലാം പൂർത്തിയാക്കിയത്, എൻ്റെ അനിയത്തിയുടെ കല്യാണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കടബാധ്യതയിൽ പെട്ടിട്ടാണ് ആൾ ദുബൈയിലേക്ക് പോയി. 3 വർഷം നാട്ടിൽ നിന്നിട്ടുള്ളൂ. അതിന് മുമ്പ് ദുബൈയിലായിരുന്നു. ആ 3 വർഷം കൊണ്ട് ആൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായി. അതിൻ്റെ ഇടയ്ക്കാണ് അവിടെ വച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അതിൻ്റെ ഒരു ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നാട്ടിലേക്ക് പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല. നാട്ടിലെ കടബാധ്യത വീണ്ടും കൂടി. വീട്ടിൽ കടക്കാർ വന്നിട്ട് ബഹളം വയ്ക്കുക, ഓരോ മൈക്രോ ഫിനാൻസ്, അത് ഇത്. എനിക്കാണെങ്കിൽ ആകെപ്പാടെ എന്താ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു. എനിക്ക് രാത്രി ഉറക്കമില്ലാതെ ഞാൻ ആത്മഹത്യ ചെയ്താലും അമ്മയോട് ഞാൻ പറയും, അമ്മ ഞാൻ വിഷം വാങ്ങിച്ചിട്ട് വരാൻ പോവാം, നമുക്ക് മരിക്കാം, എൻ്റെ കുഞ്ഞിനെ ഞാൻ ആരെയാലും ഏൽപ്പിക്കാൻ പോവാം. എന്നിട്ടില്ല, എനിക്ക് കുഞ്ഞിനെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല. അമ്മേ, നമുക്ക് 3 പേർക്ക് കൂടെ, എൻ്റെ അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് 3 പേർക്ക് എങ്ങനെയാണെങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യാം, അമ്മ, എനിക്ക് വയ്യ, അമ്മ, ഈ കടബാധ്യത. എല്ലാവരും വന്ന് ചീത്ത വിളിക്കുക, വീട്ടിൽ വന്ന് അതുപോലെ കടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു അനിയത്തിയുടെ കല്യാണമായപ്പോൾ റെസിഡൻറ്റ് ദുബൈയിലായിരുന്നു. കാരണം എല്ലാ കാര്യത്തിനും ഓടി നടക്കേണ്ട കാരണം ഉണ്ടായിരുന്ന ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് എല്ലാം ചെയ്തത്. എല്ലാ കാര്യത്തിനും ഓടി നടന്നത്. അപ്പോൾ ജോലി എനിക്കും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഫോൺ ഓണാക്കി. ഞാൻ ഉടമ്പടി ഇവിടെ അന്ന് ഉടമ്പടി തൈലം തേച്ച് എനിക്ക് രോഗസൗഖ്യം കിട്ടി. അതിനുശേഷം വർഷങ്ങളോളം ഞാൻ പള്ളി വന്നിട്ടില്ല, ഞാൻ ഇതിലേക്ക് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഉടമ്പടി സാക്ഷ്യമോ അങ്ങനെ ഒന്നും, എനിക്ക് അന്ന് ഉടമ്പടി എന്താണെന്നോ ഒന്നും അറിയില്ല. അപ്പോഴാണ് എനിക്ക് ആ ഒരു സൗഖ്യം കിട്ടിയത്. ആ ഫോണിൽ ഞാൻ നോക്കുമ്പോൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയത്. അപ്പോൾ ഒരു സാക്ഷ്യം ഞാൻ കണ്ടു. ലിസി എന്ന് പറഞ്ഞ ചേച്ചി മാവേലി എക്സ്പ്രസിൻ്റെ മുന്നിൽ, അതൊരു 58 മിനിറ്റോളം ഉണ്ടായിരുന്നു സാക്ഷ്യം. അപ്പം ഞാൻ ജസ്റ്റ് അത് പിന്നെ കാണാം. പിന്നെ ഞാനിങ്ങനെ വീണ്ടും എനിക്ക് ആ സാക്ഷ്യം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആ സാക്ഷ്യം ഓണാക്കി ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം എന്ന് വെച്ചിട്ട് ഞാനത് കേട്ടതാണ്. അത് ഞാൻ ഫുള്ളിരുന്ന് കണ്ടതിന് ശേഷം ഞാൻ സത്യം പറഞ്ഞ് എന്നെ ആരും എന്താ ചെയ്ത പോലെ ഞാനിരുന്ന് കരയുമായിരുന്നു. ഞാൻ പൊട്ടിക്കരയുമായിരുന്നു. കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി വിളിച്ചു. അവളെ കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത് അവിടെ കളർകോടാണ്. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി വാ, നമുക്ക് ഒരുമിച്ച് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ ചങ്ങനാശ്ശേരിയിലാണ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് അവിടെ എനിക്ക് ലൊക്കേഷൻ എനിക്ക് കറക്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ ആലപ്പുഴയ്ക്ക് വരാൻ വേണ്ടി ബസ്സിൽ കയറിയിരുന്നപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചു, ലൊക്കേഷൻ ഇട്ട് വന്നു. എന്നോട് പറഞ്ഞു, ഇവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടെ നിന്ന് നേരെ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ വന്നു. അവളുമായിട്ട് ഇവിടെ വന്നപ്പോൾ ടൈം പോയി, ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവിടെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ റിജക്റ്റായി, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പിന്നെ അടുത്ത ഇൻ്റർവ്യൂവിന് അവരെനിക്കിട്ട് തന്നു. അതിനെന്തിനു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നു. ഒരു മാസം കഴിഞ്ഞു തോന്നുന്നു. അവിടെ നിന്ന് ഞാൻ അതിനുശേഷം അടുത്ത ഞായറാഴ്ച വന്നിട്ട് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്ത് പോയി. ഒന്നര ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ റിജക്റ്റ് ആയെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തു നിന്ന് തന്നെ അവരെന്നെ വിളിച്ചു. ഞാൻ അവിടെ ജോലിക്ക് പോയി. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ എനിക്കെല്ലാം വലിയ ശമ്പളവും അങ്ങനെയല്ല, എന്നാലും എനിക്ക് അമ്മ മാതാവ് തന്ന ജോലി ആയതാണ്. എനിക്ക് എല്ലാ മാസവും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരുവിധം അമ്മയ്ക്ക് ഇവിടെ കൊടുക്കും. അതുപോലെ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടുമ്പോൾ ആ ഇൻസെൻറ്റീവിൽ നിന്ന് ഞാൻ അമ്മയ്ക്ക് ഇവിടെ നേർച്ച അതെടുത്തിട്ടേ ഞാൻ എന്താണെങ്കിലും അതും ചെയ്യാറുള്ളൂ. അങ്ങനെ ജോലി എനിക്ക് തന്ന് അനുഗ്രഹിച്ചു അമ്മ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസ് സത്യം പറഞ്ഞാൽ ഈ ജീവിതകാലം മുഴുവൻ കടബാധ്യതയായിട്ട് ഞങ്ങൾ നടക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെങ്ങനെ മാറിക്കിട്ടിയെന്ന് എനിക്കറിയത്തില്ല.
അതുപോലെ തന്നെ എനിക്ക് ഒരു വിശ്വാസമുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ നല്ല ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ്. അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഈ വിശ്വാസത്തിലേക്ക് വരണം എന്നുള്ളത്. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അമ്മയോട്. ഹസ്ബൻഡിനെ കൊണ്ട് ഓൺലൈൻ ഉടമ്പടി ഇപ്പോൾ എടുത്തു. ഹസ്ബൻഡിന് ഭയങ്കര വിശ്വാസമാണ്. അനിയത്തിയുടെ ഹസ്ബൻഡ് ഗുരുബയിലേക്ക് പോയപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു കൊന്തയും കാശുരൂപവും കൊടുത്തു ഇട്ടിരുന്നു. ആളിപ്പോൾ അത് കഴുത്തിലിട്ടുന്നുണ്ട്. ഉടമ്പടി എടുത്ത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. അമ്മയിൽ ഇപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. ഈ കടബാധ്യതയെല്ലാം ഇങ്ങനെ തീർന്നപ്പോൾ ഇത് എങ്ങനെ മാറി കിട്ടിയെന്ന് ആൾ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്. ഇത്ര പെട്ടെന്ന് ഈ കടമൊക്കെ തീർന്നത് എങ്ങനെയാണെന്ന് എന്നോട് എപ്പോഴും ചോദിക്കും. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ചെറുതും വലുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകും. ഞാനിവിടെ ആലപ്പുഴയിൽ ക്ലാസ്സിന് വരും. അപ്പോൾ മിക്ക സൺഡേസിലും ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വരാറുണ്ട്. അപ്പോഴെല്ലാം ഞാൻ പത്രം വാങ്ങിയിട്ട് പോകാറുണ്ട്. ചങ്ങനാശ്ശേരി ജോലി ചെയ്യുന്ന ചങ്ങനാശ്ശേരിയിലാണ്. അപ്പോൾ ചങ്ങനാശ്ശേരി ടൗണിൽ കൂടെ ഞാൻ എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. ഞാൻ വഴി ഇവിടെ 1-2 പേര് വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാളിപ്പോൾ എന്നോട് ഇനി വരാമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടൗണിൽ കൂടെ എല്ലാം ഈ പത്രം കൊണ്ട് അവിടെ കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. ഫുഡ് വീട്ടിലുണ്ടാക്കിയിട്ട് കാരുണ്യപ്രവൃത്തി എല്ലാവർക്കും വഴിയിലോരത്തുള്ള ടൗണിൽ കൂടെ എല്ലാവർക്കും വഴിയിരിക്കുന്നവർക്കും എല്ലാവർക്കും ഞങ്ങൾ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം. പിന്നെ പ്രാർത്ഥിച്ച അമ്മ മാതാവ്, കൃപാസന മാതാവ് എൻ്റെ തിരിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരിക്കലും അച്ഛനെ കാണാൻ വന്നിരുന്നു, എൻ്റെ അനിയത്തിയുടെ ഒരു വിസയുടെ കാര്യമായിട്ട്. പക്ഷെ അന്ന് എനിക്ക് അച്ഛനെ കാണുമ്പോൾ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളായിരുന്നു എൻ്റെ അച്ഛനോട്. പക്ഷെ അന്ന് അവൾ എന്നോട് കരഞ്ഞ് വിളിച്ച് പറഞ്ഞു, ചേച്ചി എൻ്റെ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം അച്ഛനോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അച്ഛനോട് പറയാൻ പറ്റിയില്ല. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവി എനിക്കപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയോളം ഒരു ബാധ്യത അന്ന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞിരുന്നു, എനിക്ക് ഇന്ന ദിവസം അത് കൊടുക്കണം, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് അച്ഛൻ്റെ അടുക്ക് വന്ന് നിൽക്കുമ്പോൾ അവളുടെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, മാതാവി എനിക്ക് അച്ഛനോട് പറയാൻ പറ്റില്ല, അമ്മ മാതാവ് എനിക്കത് ആ പൈസ എനിക്ക് റെഡിയാക്കി തരണേന്ന് പറഞ്ഞു. അമ്മ എനിക്ക് 2 കാര്യങ്ങളും സാധിച്ചു തന്നു. അമ്മയ്ക്ക് അതിന് ഒരുപാട് നന്ദി. എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയും. എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം ഉയർത്തിയതിന് മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ലീന, ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സഹോദരി മരിയ, ഇതെൻ്റെ മൂത്ത മകൻ എഡ്വിൻ, ഇത് രണ്ടാമത്തെ കുഞ്ഞ് ഇവാന, ഇത് ഇളയ മകൻ എയ്തൻ. എൻ്റെ ഇളയ മകന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഇളയ മകന് 9 മാസമായപ്പോൾ അവന് പനി കൂടി പിരിച്ചു വരികയുണ്ടായി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു MRI എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിൻ്റെ തലയ്ക്ക് വലിപ്പം കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു. MRIയുടെ റിസൾട്ടിൽ കുഞ്ഞിൻ്റെ തലയ്ക്കകത്ത് വെള്ളം കെട്ടി നിൽപ്പുണ്ടെന്നും തലയിൽ സിസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ തലയുടെ ഒരുപാട് വലിപ്പമുള്ളത് കാരണം ഈ കുഞ്ഞ് സംസാരിക്കുകയോ നടക്കുകയോ ഒന്നും ചെയ്യുകയില്ല, ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി വിഷമിച്ച സമയമായിരുന്നു അത്. ഞങ്ങൾ ഓൺലൈനായി അപ്പോൾ തന്നെ ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് അതോടൊപ്പം തന്നെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു 6 മാസം കഴിയുമ്പോൾ ഒന്നും കൂടി MRI എടുക്കണം, ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാനസികമായി ഒരുപാട് തളർന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു വന്ന് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് രണ്ടാമത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിൻ്റെ തലയ്ക്ക് വലിപ്പം ഇപ്പോൾ കുറവുണ്ട്, ആദ്യത്തെ അടുത്തോളം വലിപ്പം ഇല്ല, കുഞ്ഞിൻ്റെ തലയുടെ വലിപ്പം ഇപ്പോൾ നേരത്തെ പോലെ കൂടുന്നില്ല, ഇനി ഒരു MRIയുടെയോ ഓപ്പറേഷൻ്റെയോ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് ടൈം തിരിച്ചു വന്നു കഴിയുമ്പോൾ കുഞ്ഞിന് 9 മാസമായിരുന്നു. ഇപ്പോൾ കുഞ്ഞിന് 5 വയസ്സാവാറായി. ഇതുവരെ കുഞ്ഞിന് പിന്നീട് ഫിറ്റ്സ് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല ഇവന് സംസാരിക്കുന്നതിനും നടക്കുന്നതിനും ഒന്നും യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. അമ്മ മാതാവ് വഴി എനിക്ക് നേടിത്തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ പപ്പ എനിക്ക് കുറച്ച് സ്ഥലം എൻ്റെ പേരിൽ എഴുതി തന്നു. അത് എഴുതി കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം പിഴതിരുത്താധാരം ഉണ്ടാക്കിയുണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ അതിനു വേണ്ടി വയ്ക്കാൻ വേണ്ടി അപേക്ഷ ഒഴിച്ചു. അപ്പോൾ പറഞ്ഞു ആധാരത്തിൽ പിന്നീടും തെറ്റുണ്ടെന്ന്. അവർ പറഞ്ഞു 2 ദിവസത്തിനകം ആധാരത്തിൽ തെറ്റ് തിരുത്തി നിങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസത്തിനകം പിഴതിരുത്താധാരം ഉണ്ടാക്കി കരമടിച്ച് പേപ്പർ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
ഇവർ ഈ പറയുന്ന ഒരു ചൊവ്വാഴ്ചയാണ് ഞാൻ ഇവിടുത്തെ ആരാധന ഫോണിൻ്റെ അകത്ത് ഭയങ്കര ഒച്ചയിൽ വെച്ച് എൻ്റെ പപ്പയുടെ കൂടെയാണ് ഞാൻ പോകുന്നത് ആധാരം എഴുതാൻ. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടാണ് ഞാൻ ആധാരം എഴുത്ത് ഓഫീസിലേക്ക് പോകുന്നത്. അവിടെ പോയി രണ്ടാമത് ആധാരം ഉണ്ടാക്കി 2 ദിവസത്തിനകം എനിക്ക് കരം അടച്ച് പേപ്പർ പഞ്ചായത്തിൽ സമർപ്പിക്കാൻ സാധിച്ചു. ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മ വഴിയായി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായി നൽകിയിട്ടുണ്ട്. ഇതിനോരോന്നിനും ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ഇനി എൻ്റെ അനിയത്തിയുടെ കൈ കൊടുക്കാം. എൻ്റെ പേര് മരിയ. ഞാൻ കലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ സൗദിക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിമാർ എന്നോട് പറഞ്ഞു, നീ എക്സാം എഴുതുന്നതിന് മുന്നേ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനും പപ്പയും കൂടെ കൃപാസനത്തിൽ വന്നപ്പോൾ അന്ന് വൈകിട്ട് ഒരു 4 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ചില്ല. അന്നിവിടെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എക്സാം എഴുതാനായിട്ട് പോയി. എക്സാം വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു, എക്സാം ഞാൻ പാസ്സാകും, എനിക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എക്സാം ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങത്തില്ല, ആരോടും സംസാരിക്കത്തില്ല, അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഡിപ്രഷനായിപ്പോയി എനിക്ക്. അതിനുശേഷം ചേച്ചി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ ഒന്നുകൂടെ എക്സാം എഴുതി നോക്ക്, നീ ഉടമ്പടി എടുത്തിട്ട് ഒന്നുകൂടെ എക്സാം എഴുതി നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ എക്സാമിന് പോകുന്നതിൻ്റെ തലേദിവസം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ആദ്യത്തെ എടുത്തോളം പോലും എനിക്ക് എക്സാം ഈസി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ എക്സാം എങ്ങനെ ഞാൻ പാസ്സാകും ദൈവമേ, പിന്നെ ആകെയുള്ളൊരു ബലം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. അത് മാത്രമാണ് എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാൻ ഈ എക്സാമിന് പാസ്സാവണമെങ്കിൽ അങ്ങ് വിചാരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഒരു ദിവസം ഒരു 12 മണിയൊക്കെ ആയി രാത്രി. ആ സമയത്ത് എനിക്ക് മെയിൽ വരികയാണ്. അപ്പോൾ എക്സാം പാസ്സായെന്ന് പറഞ്ഞ് മെയിൽ കണ്ടപ്പോൾ ഞാൻ കരയുവാണ്, വലിയ വായിൽ കിടന്ന് കരയുക രാത്രി. അപ്പോൾ ആണെങ്കിൽ പപ്പയും മമ്മിയൊക്കെ പേടിച്ചു പോയി. അവർ വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? അപ്പോൾ ഞാൻ എക്സാം പാസ്സായെന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കാനുള്ളൊരു ഇതുപോലും എനിക്കില്ല, ഞാൻ കരഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ചോദിച്ചു, നീ എന്തിനാ വിഷമിക്കുന്നേ, നീ എക്സാം പാസ്സായില്ലേ, ഒന്നുകൂടി നമുക്ക് എഴുതാം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എക്സാം പാസ്സായെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ തൊട്ടടുത്ത് തന്നെ സൗദി MOH വന്നു. MOH പാസ്സായി. പിന്നെ മെഡിക്കൽ ഉണ്ടായിരുന്നു. മെഡിക്കൽ ആദ്യം പോയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതോർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ മെഡിക്കലും പാസ്സായി. അപ്പോൾ എല്ലാം റെഡിയായി അങ്ങനെ റെഡിയായി ഇരിക്കുന്ന സമയത്ത് പിന്നെ MOH ഹോൾഡായി. ഒരു 6 മാസക്കാലം അത് ഹോൾഡായിരിക്കുക. അപ്പോൾ പിന്നെ എനിക്കിനി മുമ്പോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നോർത്ത് ആകെ വിഷമമായി. പിന്നെ ഞാനിനി പഴയ സ്ഥിതിയിലേക്കായി പോവുകയാണോ അങ്ങനെയൊക്കെ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പോലും മാതാവ് എനിക്ക് ഒരു ധൈര്യം തന്നു. ആ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നീ ഖത്തർ പ്രോമെട്രിക് എക്സാം ഒന്ന് എഴുതി നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രണ്ടാമത് വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ ഖത്തർ പ്രോമെട്രിക് എക്സാം എഴുതി. 1-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം. ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം ക്വസ്റ്റ്യൻസൊക്കെ വായിച്ചിട്ട് എനിക്ക് ഒരു പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസ്, ഇതൊരു രീതിയിലും പാസ്സാവില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാനിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപ എൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ടാണ് പോയത്. അപ്പം ഞാനിങ്ങനെ കാശ് രൂപ മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും അങ്ങനെയാണ് ഞാൻ ആൻസർ ചെയ്തത്. എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ആയാലും ഉടമ്പെടുത്തായാലും ഒക്കെ കയ്യിൽ പുരട്ടിയിട്ടാണ് ഞാൻ ഹാളിൽ കയറിയത്. അങ്ങനെ പ്രാർത്ഥിച്ച് എക്സാം എഴുതി. ഞാനൊരു എക്സാം ഫിനിഷ് ആവാൻ ഒരു അരമണിക്കൂർ മുന്നേ എക്സാം എഴുതി കഴിഞ്ഞു. ആ ടൈമിനുള്ളിൽ എക്സാം എഴുതി കഴിഞ്ഞു. പക്ഷേ എനിക്ക് സബ്മിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയാണ്. കാരണം ഖത്തർ പ്രോമെട്രിക്കിന് അപ്പം തന്നെ റിസൾട്ട് വരും. അപ്പോൾ എനിക്ക് അറിയാവുന്നതായിട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു. മാതാവ് ഇനി എന്നാ ചെയ്യുന്നത്, ഇനി മാതാവ് വിചാരിച്ചാലേ ഞാൻ പാസ്സാവത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഫിനിഷ് കൊടുത്തു. അങ്ങനെ എക്സാം പാസ്സായെന്ന് കാണിച്ചപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവിടെ ഇരുന്ന് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു മാതാവിന്. ഇപ്പോൾ 22-ാം തീയതി ഞാൻ ഖത്തറിന് പോകുവാണ്. ഇതുവരെ എനിക്ക് ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ചിരുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ഒക്കെ തളരാതെ പിടിച്ച് നിൽക്കാനുള്ള അനുഗ്രഹം തന്നതിന് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കരുണാലയത്തിൽ അവിടുത്തെ അമ്മച്ചിമാരെ കുളിപ്പിക്കാനൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു.
പിന്നെ ആരെങ്കിലും സഹായം ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഹായമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്രത്തോളം ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം നൽകിയ മാതാവിന് 1000 നന്ദി.